ഇന്ന് വളരെ സങ്കടകരമായൊരു കാഴ്ച കാണേണ്ടി വന്നുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് എഴുതിയാൽ പലപ്പോഴും നമുക്കത് പൂർണ്ണമായി അത് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. പറയുമ്പോൾ അത് സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ വന്നു പോകും. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ്റെ ഭാര്യയെ തിരുവനന്തപുരത്തെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ തലയ്ക്കകത്തൊരു ട്യൂമർ ഉണ്ടായത്, അതിനുവേണ്ടി ഒരു സർജറിക്കായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു. ആ അഡ്മിഷന് തന്നെ 2-3-4 മണിക്കൂർ എടുത്തു. അവിടെ തന്നെ 1-2 അടുത്ത സുഹൃത്തുക്കൾ ഡോക്ടർമാരുണ്ടായിരുന്നു. അതിലൊരു ഡോക്ടർ പറഞ്ഞു, കുറച്ച് സമയം ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുക, ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് കാണുകയും ആളുകളോട് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ്. കുറച്ച് സമയം ഏതായാലും പുറത്ത് വെറുതെ ഇരിക്കേണ്ട, അവിടെ ഇരിക്കുക. ഞാൻ അദ്ദേഹത്തോടൊപ്പം എൻ്റെ 1-1.25 മണിക്കൂർ സമയം അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് റൂമിൽ ഇരുന്നു. ആ സമയത്തുള്ളൊരു 7-8 കുഞ്ഞുങ്ങൾ, 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള 7-8 കുഞ്ഞുങ്ങളെ പരിശോധിച്ചു. ആ പരിശോധിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം തലയ്ക്കകത്ത് ട്യൂമറാണ്. സാധാരണ ഉണ്ടാകുന്ന ട്യൂമറുകളെല്ലാം അപകടകാരികളാണോയെന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വരുന്ന ഇന്ന് 100ഓളം കുഞ്ഞുങ്ങളെ പരിശോധിക്കാറുണ്ട് 2 ഡോക്ടർമാർക്കായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചതിൽ 90% കുട്ടികൾക്കും ട്യൂമർ ബാധിച്ച ആളുകൾക്കെല്ലാം, തലയിൽ ട്യൂമറുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ക്യാൻസറാണ്. അദ്ദേഹം പറഞ്ഞത് ഈ അപകടം വരുത്തി വെക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് അവർ ബഹളമുണ്ടാക്കാൻ, ശാഠ്യമുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ ഒക്കെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ ഫോണുകളാണ് ഈ ട്യൂമറുകൾ ഉണ്ടാകാൻ കാരണം. വളരെ വ്യക്തമായി അവർക്ക് ബോധ്യം വന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇത് കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. എത്രയോ കുഞ്ഞുങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾ മാരകമായ രോഗത്തിന് അടിമപ്പെടുന്നതിൻ്റെ കാരണക്കാർ എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾ നമുക്ക് എല്ലാവർക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കുണ്ട്, അയൽപക്കത്തുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്